ഒരു പുതിയ ലുക്കിൽ കണ്ടായിരുന്നു പോസ്റ്റർ. മമ്മൂട്ടി കമ്പനി ഇപ്പോൾ എല്ലാം കിടിലം പടങ്ങളിൽ പിടിക്കുന്നതാണ്. എൻ്റെ പിന്നെ വർക്ക് ചെയ്യുന്ന മമ്മൂട്ടിയുടെ ബ്രെയിനാണ്. ഇത്ര നാൾ ഇറങ്ങി മമ്മൂട്ടിയുടെ എല്ലാ ആക്ടിങ് കൊണ്ട് റോഡ്സായിരുന്നു, ക്ലാസ് പടങ്ങളായിരുന്നു. ഇനി ഒരു മാസ് പടം വന്ന് കുറേ നാളെ, അതുകൊണ്ടാണ് ടർബോ വരുന്നത്. ടർബോ ഒരു മച്ചാൻ ലുക്കാണ്, ഒരു നാടൻ മാസ് മസാല മൂവിയാണ്. ഇപ്പോൾ ബസൂക്കാണ് കുറച്ച് സ്റ്റൈലൈസ്ഡ് ഫിലിമാണ് ഈ ഭീഷ്മൽ പോലെ. പക്ഷേ നാടൻ മാസ് മസാല മൂവി മമ്മൂക്ക ചെയ്തിട്ട് കുറേ നാളായി. അങ്ങനെ മൂവിയാണ് ടർബോ. ആ ഡയറക്റ്റ് ചെയ്ത വൈശാഖാണ്, സ്ക്രിപ്റ്റ് മിഥുൻ മേനോൻ തോമസാണ്. മിഥുൻ മേനോൻ തോമസാണ് ഇപ്പോഴത്തെ ഓഡിയൻസിലെ പൾസ് അറിയാവുന്ന ആളാണ്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. രാജമാണിക്ക് ആ സ്റ്റൈൽ വരുന്ന പടമാണ്. മമ്മൂക്കിയുടെ കുറേ നാളെ മമ്മൂക്കി അതാണ് ഡിഫറെൻറ്റ് ജോൺറ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ ചെയ്ത് മുഴുവൻ ആക്ടിങ് കൊണ്ട് ക്ലാസ് മൂവീസായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു നാടൻ മസാല മൂവിയാണ്. ഒരു ബസൂക്ക മസാല മൂവിയാണ്, പക്ഷേ സ്റ്റൈലൈസ്ഡാണ്. പിന്നെ ടർബോ ഇപ്പോൾ ഒരുപാട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ആ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ടീമിനെ ആ പ്രൊഡക്ഷൻ ടീം സംബന്ധിച്ചിട്ടുണ്ട് എല്ലാ പടം ഒരു പടം പോലും പൊളിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത രഞ്ജൻ മുഹമ്മദ് ഒരു പടം ചെയ്യുന്നു. എന്തായാലും മമ്മൂക്കയെ ഒരു ആരിൽ കണ്ടിട്ട് കുറേ നാളായി. മമ്മൂട്ടി കമ്പനിക്ക് വൺ പ്രതീക്ഷിച്ചില്ല. കാരണം ഡിഫറെൻറ്റ് ജോണിലുള്ള പടം ചെയ്യുന്നത്. ഒന്നാണ് മമ്മൂട്ടി യങ്സ്റ്റേഴ്സായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് പുള്ളിക്കറിയാം. അപ്പോൾ ടർബോ എന്തായാലും ഒരു അടുത്ത വർഷം മമ്മൂട്ടി മോഹൻലാൽ ഏറ്റുമുട്ടലാണ്. മോഹൻലാലിൻ്റെ വാലിബൻ അങ്ങനെ പടമുണ്ട്. മമ്മൂട്ടിയുടെ ടർബോ കുറേ പടമുണ്ട്. ഇവർ അവൻ്റെ തമ്മിൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മമ്മൂട്ടിയുടെ ആയിരുന്നു. അടുത്ത വർഷം ലാലേട്ടനും വരും. ലാലേട്ടനും മമ്മൂക്കി നമ്മൾ ഭയങ്കര അവരുടെ ആ 2 ഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പോഴാണ് മലയാളം സിനിമ പൊങ്ങി വരുന്നത്. 80-കൾ 90-കൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവർ 2 നല്ല ഹെൽത്തി കോമ്പറ്റീഷനാണ്. കൂടെ ബാക്കിയുള്ളവരും വന്ന് മലയാളം സിനിമ വസന്ത കാലത്തിലേക്ക് കയറാൻ പോവുക. ഈ വർഷം ലാലേട്ടൻ ജയിലിൽ വന്നിട്ട് വന്നു, നേരിനുള്ളതായിരിക്കും. പക്ഷേ ഇവർ രണ്ടുപേരോട് വരുമ്പോഴാണ് ശരിയാവണം. ഒരാൾ മാത്രമായി പോരാ, 2 പേരും വരണം. 2 പേരും വന്നാൽ ഫാൻസുകാർക്ക് ഒരു അറിയാവുള്ളൂ, മീഡിയക്കാർക്ക് എല്ലാം. 2 പേരോട് വരുമ്പോഴാണ് ഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പോഴാണ് മലയാളം സിനിമ പൊങ്ങുന്നത്. ഒരാൾ മാത്രം പോരാ, 2 സിംഹങ്ങളും വേണം. എന്തായാലും അടുത്ത വർഷം ടർബോയിലൂടെയും മറ്റെല്ലാ മമ്മൂക്കി പിടിച്ചേക്കും. ലാലേട്ടൻ വാലിബനെല്ലാം വന്ന് തിരിച്ചു വരും. മലയാളം സിനിമ ഒരു വസന്തകാലത്തേക്ക് കയറാൻ പോവാണ്. ഓൺലൈൻ മീഡിയക്കാർക്ക് ഫാൻസുകാർക്ക് എല്ലാം നല്ലതാണ്.